നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും സൂര്യയും പ്രാർത്ഥിപനും ഉൾപ്പെടെയുള്ളവർ കാണാനെത്തി. മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും എത്തി. എന്നിട്ടും ജനകീയ നടനായ ജയറാം എത്തിച്ചേരാത്തതിൽ ആരാധകർക്ക് വിഷമം. ഈ വിഷമം ക്രമേണ സൈബർ ആക്രമണമായി മാറുകയായിരുന്നു. തറ ഫാമിലി എന്നും വരെ ജയറാമിനെ ചിലർ വിളിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിന് സമീപം ദുഃഖിതരായി നിൽക്കുന്ന കാഴ്ച എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരുന്നു. തമിഴ് നടൻ പ്രാർത്ഥിപൻ ചെന്നൈയിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് എത്തിയത്. വിമാനത്തിൽ ജീവനക്കാരുടെ സീറ്റിലിരുന്ന് പ്രാർത്ഥിപൻ ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയത് വാർത്തയായിരുന്നു. തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയും നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കുട്ടിക്കാലം മുതലേ ശ്രീനിവാസൻ സിനിമയുടെ ഫാനാണെന്ന് പറയാൻ പോലും സൂര്യ മടി കാട്ടിയില്ല. കമൽഹാസൻ, രജനീകാന്ത് എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ നേർന്നു. 80കളുടെ അവസാനത്തിലും 90കളിലും നിരവധി സിനിമകളിൽ ജയറാമും ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ ജയറാം നായകനായ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. തലയണ മന്ത്രം, പാവം പാവം രാജകുമാരൻ, സന്ദേശം തുടങ്ങിയ പ്രസിദ്ധമാണ്. ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സത്യനന്ദിക്കാട് സിനിമയുടെ കഥ എഴുതിയത് ശ്രീനിവാസനാണ്. ജയറാമും ശ്രീനിവാസനും മത്സരിച്ചഭിനയിച്ച രഘുനാഥ് പാലേരി തിരക്കഥ എഴുതിയ പൊന്മുട്ടയിടുന്ന താറാവ് മറക്കാൻ കഴിയില്ല. സന്ദേശം എന്ന സിനിമയും ശ്രീനിവാസന്റെ തിരക്കഥയാണ്. ഇതിൽ ശ്രീനിവാസനും ജയറാമും മത്സരിച്ച് അഭിനയിച്ചിരുന്നു. ശ്രീനിവാസൻ തിരക്കഥ രചിച്ച് ശ്രീനിവാസനും ജയറാമും ഒന്നിച്ചഭിനയിച്ച മറ്റൊരു ചിത്രമാണ് തലയണ മന്ത്രം. ഇതുപോലെ എത്രയെത്രയോ സിനിമകൾ ഇവരുടെ കോംബോയിൽ ഇറങ്ങിയിട്ടുണ്ട്. ജയറാമിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിനയത്തോടെ പെരുമാറുന്ന ജയറാമിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ ഏറെയാണ്. എന്നാൽ ജയറാം ശ്രീനിവാസന്റെ മൃതദേഹം കാണാൻ എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവയ്ക്കാത്തതിലുമാണ് താരത്തിനെതിരെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയത്. ജയറാമിൻ്റെ കുടുംബത്തെ തറ ഫാമിലി എന്ന് അധിക്ഷേപിച്ചുള്ള പോസ്റ്റ് വരെ എത്തി. കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത്. വന്ന വരി ഒരിക്കലും മറക്കരുത് ജയറാം എന്നാണ് ഒരാളുടെ കമൻറ്റ്. മമ്മൂട്ടി, മോഹൻലാലും ദിലീപും തുടങ്ങിയ മലയാള സിനിമയിലെ പലരും വന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അങ്ങേരുടെ തിരക്കുകൾ മനസ്സിലാക്കാം. ആ സുരേഷ് ഗോപി പോലും ശവസംസ്കാരം കഴിഞ്ഞതിൻ്റെ 2ാം ദിവസം എത്തി. പക്ഷേ ജയറാം, ഇയാൾ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. പാർവതിയും ശ്രീനിവാസന്റെ ഫാനാണ്. വടക്കുനോക്കി യന്ത്രം എന്ന സിനിമയിലെ പാർവതി ശ്രീനിവാസൻ കൂട്ടുകെട്ട് ആരും മറക്കില്ല. എന്നിട്ടും പാർവതി എത്തിയില്ല. നടൻ സൂര്യ ഷൂട്ടിംഗ് നിർത്തിവെച്ചാണ് വന്നത്. ഇത്രയും ബന്ധമുള്ള ജയറാമും പാർവതിയും വന്നില്ല. ഇനി വേറെ വല്ല ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണോ എന്നറിയില്ല എന്നാണ് മറ്റൊരു കമൻറ്റ്. ഇത്രയ്ക്ക് തിരക്കുള്ള നടനാണോ ജയറാം? ശ്രീനിവാസൻ മരിച്ചിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ് സിനിമയിൽ നിന്നുകൂടി താരങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നു. വരാൻ കഴിയാത്തവർ അവരുടെ ദുഃഖം സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചു. പക്ഷെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ജയറാം ശ്രീനിവാസനെ കാണാൻ വന്നില്ല, ഒരാൾ ചോദിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.